എറണാകുളത്താണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സ്ഥാപനമുള്ളത്. അത് നഗരസഭ അടപ്പിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷണം എത്തിക്കുന്നത്. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെ കാറ്ററിംഗ് സ്ഥാപനം പ്രവർത്തിച്ചു എന്നടക്കമുള്ള പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. എക്സ്പയറി കഴിഞ്ഞതായിരുന്നു മിക്കതും ഉണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് നാളത്തേക്ക് കൂടിയുള്ള ഡേറ്റ് ഉള്ളതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ബാക്കിയല്ലാതെ എല്ലായിടത്തും മാറ്റുകയാണ് ചെയ്തത്. പുറത്തിരിക്കുന്ന മാംസത്തിന്റെ എക്സ്പയറി കഴിഞ്ഞു, അത് നോക്കുമ്പോൾ അഴുകിയ അവസ്ഥയില്ലേ? അതെ, ഒരു സ്മെല്ല് വരുന്ന അവസ്ഥയിലും കഴുകിയ അവസ്ഥയിലായിരുന്നു. ഇതുണ്ട്, നമുക്കിപ്പോൾ പരിശോധിച്ചപ്പോൾ കിട്ടിയൊരു സ്റ്റിക്കറാണിത്. ഇപ്പോൾ ഇത് അതുകൊണ്ടാണ് വന്ദേ ഭാരതിലോട്ടാണെന്ന് നമ്മൾ ട്രെയിനിലോട്ടാണ് സംഭവം എന്നുള്ള റെയിൽവേ ക്യാൻറ്റീനിലാണ് ഇത് പറഞ്ഞിരുന്നത്. ട്രെയിനിലോട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ വന്ദേ ഭാരത് വ്യക്തമായിട്ട് അതാണ് അറിയാൻ പറ്റാത്തത്. ഓരോ കോൺട്രാക്ടർമാർ മാറി മാറി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്പറാണ് നമ്മളിവിടെ അന്വേഷിക്കുമ്പോൾ നമുക്ക് തരുന്നത്. അവരെയാണ് വിളിച്ച് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ലൈസൻസിനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ട് ഇവർ ഇതുവരെ ഒരു അപേക്ഷ സമർപ്പിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. ലൈസൻസ് ഇല്ല, കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈസൻസ് അതെ, FSSAയുടെ ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ കോർപ്പറേഷൻ്റെ ആധികാരികമായിട്ടുള്ള ലൈസൻസ് ഇല്ല. ഇന്നലെ ഇത്രയും രൂക്ഷമാകാൻ കാര്യം വെച്ചാൽ ഇന്നലെ കുടുംബി കോളനിയിൽ നിന്ന് കുറേ ആളുകൾ എന്നെ വിളിച്ച്, സ്ത്രീകളടക്കമുള്ളവരെ വിളിച്ചിട്ട് സ്മെല്ല് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആദ്യം പരാതി പറഞ്ഞു. അതിനുശേഷം അവരാ പറഞ്ഞത് ഈ ക്യാൻറ്റീൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന റൂം അവിടെയുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് സ്മെല്ല് വരുന്നതാണ്. അവർ ചെന്ന് കണ്ടു, ഞാനും ചെന്നപ്പോൾ ഒരു 19 കിലോ മേളിൽ ചിക്കൻ, അത് ഒരു 5-6 ദിവസത്തെ പഴക്കം, ചീഞ്ഞെന്ന് പറഞ്ഞാൽ സ്മെല്ല് ഒരു കിലോമീറ്റർ വരെ ദൂരത്തിലേക്ക് സ്മെല്ല് പോകുന്ന വിധത്തിൽ അത്ര മോശമായ ചിക്കൻ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവർ അടുത്തേക്ക് മാറ്റി എങ്ങോട്ടോ കൊണ്ടുപോയി. അതിനുശേഷം അവിടെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ താമസിക്കുന്നതും സാധനങ്ങൾ സൂക്ഷിക്കുന്നതായ പ്രദേശം വളരെ മോശമായ രീതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അരുൺ, കേട്ടാൽ അറയ്ക്കുന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറപ്പ് തോന്നുന്ന ഭക്ഷണമാണ് യാത്രക്കാർക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്നത്. അതിൻ്റെ നാറ്റം കാരണം അവിടെ നിൽക്കാൻ കഴിയാതെ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരവും ദൃശ്യവും ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഇതെവിടെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്? എങ്ങനെ ഇപ്പോൾ നഗരസഭയുടെ ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ റെയിൽവേയിൽ ഭക്ഷണം വിളമ്പാൻ അനുമതി ലഭിക്കാൻ, ആ കോൺട്രാക്ട് ലഭിക്കണമെങ്കിൽ ഈ ലൈസൻസ് ഒക്കെ ആവശ്യമല്ലേ? അപ്പോൾ മറ്റാരെങ്കിലും ബിനാമി ഇടപാട് നടത്തിയതാണോ? ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്? കടമത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ട്രെയിനിലേക്ക് ഭക്ഷണം നൽകുന്ന കാറ്ററിംഗ് സ്ഥാപനമാണെന്നുള്ളതാണ് നമുക്കറിയുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ പഴകിയ സാധനങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത് നഗരസഭ അത് കൊണ്ടുപോയി നശിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി സ്ഥാപനം അതോടൊപ്പം തന്നെ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ സ്ഥാപനം പൂട്ടുകയാണെന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഭിത്തിയിൽ പതിച്ച നോട്ടീസിൽ വ്യക്തമാകുന്നത്. നാട്ടുകാർ പലപ്പോഴായിട്ട് തന്നെ ഈ സ്ഥാപനത്തിനെതിരെ പരാതി പറഞ്ഞിരുന്നു. 2 മാസം മുമ്പ് ഈ സമീപത്തെ തോടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നു എന്നുള്ളതായിരുന്നു പരാതി. ഇതിനെ തുടർന്ന് നഗരസഭ ഹെൽത്ത് വിഭാഗം സ്ഥലത്തെത്തുകയും ഇവർക്ക് ഫൈൻ ചുമത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്ഥാപനത്തിന് കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ലൈസൻസ് എടുക്കണമെന്ന് അവരോട് നിർദ്ദേശവും നൽകിയിരുന്നു. 2 തവണ നിർദ്ദേശം നൽകിയെന്നുള്ളതാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. പക്ഷേ അത് അവർ ചെവിക്കൊണ്ടില്ല. നിലവിൽ FSSAയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇവരുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് ബൃന്ദാവൻ. ആ ബൃന്ദാവൻ്റെ ഔട്ട്ലെറ്റാണ് ഈ സ്ഥാപനം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ സബ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം പല സമയത്തും പല മാനേജർമാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നത് ദിവസേന 6 തവണ ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു. ഈ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള വണ്ടികളിൽ ഈ ഭക്ഷണം നൽകിയിരുന്നു. ഇപ്പോൾ